പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനെക്കുറിച്ചും ബദൽ മാർഗങ്ങളെക്കുറിച്ചും ക്ലാസുകൾ ഒരുക്കി കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ പരിസ്ഥിതി ദിനം ആചരിച്ചു. വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതൃവേദി യൂണിറ്റ് പരിസ്ഥിതി ദിനാചരണം നടത്തി. മാതൃവേദി യൂണിറ്റ് പ്രസിഡന്റ് ഡിംബൽ ഷോജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിജി ജോണച്ചൻ സ്വാഗതം ആശംസിച്ചു. വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. BRC റിസോഴ്സ് പേഴ്സൺ റെജീന ജോജോ പ്ലാസ്റ്റിക് ഉപയോഗം ലഘൂകരിക്കുന്നതിനെക്കുറിച്ചും ബദൽ മാർഗങ്ങളെക്കുറിച്ചും ക്ലാസുകൾ നയിച്ചു. തുടർന്ന് വികാരിയച്ഛന്റെ ജന്മദിനം കേക്ക് മുറിച്ച് ആഘോഷിച്ചും അമ്മമാരുടെ വിവിധ കലാപരിപാടികളും നടത്തി. നമ്മുടെ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. പരമാവധി വീട്ടിലേക്ക് ഇത്തരത്തിൽ കൂടുതൽ കൊണ്ടുവരാതിരിക്കുക. പ്ലാസ്റ്റിക് സാധനങ്ങൾ സർക്കാർ ഇത് നിരോധിച്ചു എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെടുകയില്ല. അത് വലിയ മാഫിയാണ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ തന്നെ മനസ്സിൽ മാറ്റം ഉണ്ടാക്കി ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന് അത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വലിയ വില്ലനാണ്. ഭൂമിക്കടിയിലേക്ക് വന്നിട്ട് വെള്ളത്തിനും വായുവിനും മണ്ണിനും അത് കേടുപറ്റുന്ന ഒരു സാധനമാണ്. മണ്ണിൽ അലിഞ്ഞു ചേരാതെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ അത് കത്തിച്ചാൽ ഉണ്ടാവും. അതുകൊണ്ട് വീട്ടിൽ വരുന്ന സാധനങ്ങൾ ഒരുപക്ഷെ സൂക്ഷിച്ചു വെച്ച് ഇവിടെ പറഞ്ഞ പോലെ ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുക. ബാക്കിയുള്ള സാധനങ്ങൾ വരാതിരിക്കുക നമ്മൾ പരമാവധി അതിന്റെ അളവ് കുറയ്ക്കുക. അതാണ് നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക് വരുന്ന സാധനങ്ങൾ മാത്രമേ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ചും നമുക്കറിയാം. പ്ലാസ്റ്റിക് കത്തിച്ചാലുണ്ടാവുന്ന ഇപ്പൊ പിന്നെ പഞ്ചായത്തുകാർ കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അത് കത്തിച്ചു കഴിഞ്ഞാൽ വരുന്ന മാരകമായ രോഗങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് വ്യക്തമായ ക്ലാസ്സുകൾ പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. ക്യാൻസർ രോഗത്തെ കുറിച്ചൊക്കെ. അപ്പം അത് ഒരു കടയിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക് ബാഗ് ക്യാരി ചെയ്യാണ്ട് നമുക്ക് പേപ്പർ ബാഗുകളൊക്കെ എങ്ങനെ ഉണ്ടാകുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ ഇവിടെ ക്ലാസ് എടുത്ത് തന്നു. ബീന സൈൻ, ഹെലൻ ടൈറ്റസ്, നീതു സജി, ടൈജി സാബി, ലൂസി ബെന്നി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തൂ മാർ ഏലിയാസ് കോളേജിനൊപ്പം. അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.